الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين فما بكت عليهم السماء والأرض صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين هل تبكي السماء والأرض فقال رسولنا وحبيبنا مصطفى محمد صلى الله عليه وسلم إذا مات العبد الصالح تبكي السماء والأرض كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي معيدي مددي عمدي لا شددي مشيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي
خواجہ معین الدین كن آخذا بيدي خواجہ معین الدین لخمسة يطفي بها حرا وباء الهاتما المصطفى والمرتضى وابناهما والفاطمة سيدنا خذنا بأيدينا رضي إلهنا عن غوث كتبنا مهيا بشيخنا خذنا بأيدينا نورا النور من نور النور إنهم تلين ദീപം തെളിച്ചോരേ നൂറായിരഞ്ഞോരേ നന്മ പറഞ്ഞോരേ ഇന്നെന്നും തെളിയുന്ന ദീപം തെളിച്ചോരേ ബഗ്ദാദിൻ മണ്ണിലെ മലരായി വാഴുന്ന മണവാളൻ പൂത്തുപോരു നല്ല വിലായത്തെ റളിയല്ലാഹുന അൻഹു കുതുബിനാ ഖുദ്നാ ബിഐദീനാ മുഹിയദി ശൈഖിനാ ബഗ്ദാദിൻ മണ്ണീലു അജ്മീരിൻ നിന്നീലു ദീപത്തിൻ ഭവനങ്ങളിൽ തെളിയുന്നു നിറവോരേ ഇല്ലാഹി ദേവീസി മൊഴിയിലൊരിക്കലും മുല്ലപ്പൂവോത്ത് സബീലാണടങ്കലും റളിയല്ലാഹുന അൻഹു കുതുബിനാ മുഹിയദ്ദീൻ ശൈഖിനാ ഖുദ്നാ ബിയദീനാ മനസ്സിന്റെ മാധുര്യം മഹിതം കാരുണ്യം മഹത്വങ്ങളേറെ നേടിയ വലിയോരാ കൊപ്പം കാമിന്റെ മാണിക്യ മലരൂപി മധുവേറെ പാടുന്ന ആണ്ടിന്റെ രാവാണേ റളിയല്ലാഹുന അൻഹു കുതുബിനാ മുഹിയദ്ദീൻ ശൈഖിനാ ഖുദ്നാ ബിഐദീനാ ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ സയ്യിദ് ഹബീബ് സഖാഫത്ത് പ്രവർത്തനങ്ങൾ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ മാലാഖമാർ മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന ഈ പരിശുദ്ധ സ്വർഗീയ ആരാമത്തിൽ ഈ സദസ്സിന് അള്ളാഹുവിന്റെ ബറക്കത്തും അനുഗ്രഹവും പൊരുത്തവും രണ്ട് കരം നീട്ടി ചോദിച്ചു വാങ്ങി പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിച്ച സയ്യിദ് കേസ് ഉണ്ണിക്കോയത്തങ്ങൾ കുരുവമ്പലും ഈ സദസ്സിന് സ്വാഗതം നൽകിയ സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾക്കൊപ്പം ഈ സദസ്സിന് സമുദ്ഘാടനകർമ്മം നിർവഹിച്ചതെന്ന് പാണക്കാട് കുടുംബത്തിന്റെ പ്രകാശ ഗോപുരത്തിന്റെ മാണിക്കമുത്ത് ബഹുമാന്യനായ സയ്യിദ് സാബിത്ത് അലി ശിഹാബ് തങ്ങൾ മണിക്കൂറുകളോളം നിങ്ങൾക്ക് നസീഹത്ത് തരികയും തന്റെ പ്രായവും തന്റെ ശരീര ക്ഷീണവും മറന്നുകൊണ്ട് വളരെ നെഞ്ചിൽ തട്ടുന്ന മനസ്സ് പുറക്കുന്ന പ്രാർത്ഥനയും ദുആയും സമാപിച്ച സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാന്യനായ ശൈഖുനാ സി കോഴിക്കുട്ടി ഉസ്താദ്
ഈ സദസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് പണ്ഡിത സഹോദരൻ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, ഈ സദസ്സിൽ വന്ന ബഹുമാനായ പൊട്ടച്ചിറ മുഹമ്മദ് അലി അൻവരി ഉസ്താദ്, അകലാട് ഒറ്റേനി ഉമർ ഉസ്താദ്, അതോടൊപ്പം ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനായ അഡ്വക്കേറ്റ് പ്രിയ സഹോദരൻ, ഈ സദസ്സിലിരിക്കുന്ന മറ്റു പൊതുപ്രവർത്തകർ, അബ്ദുൽ മജീദ് സാഹിബ് മുണ്ടക്കോട്ട് കുരിശി, അതുപോലെ മുത്തുഹാജി കേസേരി ഉൾപ്പെടെ ഈ സ്വർഗീയാരാമത്തിലിരിക്കുന്ന പണ്ഡിതന്മാർ, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും വഴികാട്ടിയും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ബഹുമാനായ കുപ്പം ഉസ്താദ് എന്നറിയപ്പെടുന്ന കനകപ്പുത്തൂർ മഹലിന്റെ വളരെ നാളുകളായി ദീനീപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊപ്പം ഉസ്താദ്, ചെരിപ്പൂർ ഉസ്താദ് ഉൾപ്പെടെ ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, പൊതുപ്രവർത്തകരെ, യുവ സുഹൃത്തുക്കളെ, ഉന്നതന്മാരെ, വളരെ ആവേശത്തോടുകൂടി ഈ സദസ്സിൽ നേരത്തെ തന്നെ നിറഞ്ഞു കവിഞ്ഞ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മതന്മാരെ, ഈ സദസ്സിന് നേതൃത്വം കൊടുക്കുന്ന ധാരാളം സയ്യിദ് കുടുംബത്തിലെ കുഞ്ഞുമക്കളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമുക്കെല്ലാം അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദന്മാരുടെ പ്രാർത്ഥനയും അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന, ഇതിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, ഇതിന്റെ വിജയം മനസ്സിൽ കണ്ടുകൊണ്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഈ വലിയ സദസ്സിന്റെ ദുആ ഒരു ആശ്രയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപക്കറകൾ സൂചി ഉണ്ണാനിടമില്ലാതെ നിറഞ്ഞു കവിയുന്ന ഈ ജനസാഗരത്തിന്റെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. പാപമംഗിലമായ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കി വെളിച്ചമാക്കി പ്രകാശം പരത്തി തൗബയോടുകൂടി മരിക്കുന്ന ഭാഗ്യം അല്ലാഹു നാം ഏവർക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രകാശം പരത്തുന്ന ജീവിതത്തിലേക്കുള്ള യാത്രയായി ഇന്നത്തെ മജ്‌ലിസിന് ശേഷമുള്ള യാത്രയെ അല്ലാഹു ധന്യമാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സയ്യിദന്മാരും ഉസ്താദുമാരൊക്കെ ഏറെ സ്റ്റേജിലുണ്ട്. എല്ലാവരുടെയും പേര് വ്യക്തമായി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, അതുകൊണ്ടാണ് ഒരുപാട് പേര് വിട്ടുപോയി. എല്ലാ ഉസ്താദുമാരും സയ്യിദന്മാരും പൊരുത്തപ്പെടണം. അൽഹംദുലില്ലാ ഈ വേദിയിലും ധാരാളം ആഫിദീങ്ങളും സയ്യിദന്മാരും ഒക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സാന്നിധ്യം ഒരു വലിയ ദുആഇന് ഇജാബത്തിന് ഒരു കാരണമാക്കി അല്ലാഹു തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, കൂരിരുട്ടിലെ ദീപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നാം ഇന്ന് തിരിച്ചറിയാൻ പോവുക. ജീവിതത്തിൽ എവിടെയൊക്കെ കൂരിരുട്ടിലേക്ക് നാം ചെന്ന് വീഴുന്നുവോ അവിടെയൊക്കെ ദീപങ്ങൾ തെളിച്ചു വെക്കുന്നതിനുള്ള വഴികളാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്ത് കൂരിരുട്ടുകൾ മുറ്റിക്കിടന്നിരുന്ന രാജ്യങ്ങളെ, സ്ഥലങ്ങളെ, പ്രദേശങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പ്രകാശമുറ്റിയതാക്കിയത് എന്ന ഒരു ചിന്തയോടെ നമുക്ക് നമ്മുടെ വിഷയത്തെ അൽഹംദുലില്ലാഹ് വിപുലമാക്കിയെടുക്കാം. ലോകത്തിന്റെ നാനാഭാഗത്ത് ഈ പ്രകാശവും ഈ ദീപവും തന്റെ മനസ്സിൽ നിന്ന് ശിക്ഷകങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന നൂറുകണക്കിന് ഗുരുനാഥന്മാരെ നമുക്കറിയാം. ഹറാമാകുന്ന കൂരിരട്ടിലേക്ക്, ജഹലിയത്തിന്റെ കൂരിരട്ടിലേക്ക്, ഇബ്ലീസിന്റെ വഴിയാകുന്ന കൂരിരട്ടിലേക്ക്, വെളിച്ചത്തിന്റെ ഒരു അംശം പോലും തൊട്ടു തീണ്ടാത്ത കൂരിരട്ടിലേക്ക് നടന്നു പോകുന്ന ജനസാഗരത്തെ ആത്മീയതയുടെ പ്രകാശം പരത്തി കൊടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രകാശബിന്ദുവായ ദീപത്തെ കയ്യിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി തെളിച്ചു കൊടുത്ത ഗുരുനാഥന്മാരെ നമുക്കറിയാം. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇന്നും അവരുടെ പേരുകൾ നിലനിൽക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്ത് ഇന്നും അവരുടെ മഹത്വം നിലനിൽക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് അവരുടെ പേരെ കേളുകേട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ ഹറാമിലേക്ക് പോകാനിരിക്കുമ്പോൾ പ്രകാശം പരത്തുന്ന ദീപങ്ങളെടുത്ത് കയ്യിൽ കൊടുത്തത് ജഹലിയത്തിന്റെ കൂരിരട്ടിൽ ഏറ്റവും വലിയ പ്രകാശം പരത്തുന്നവരായി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കയ്യിൽ ദീപമെല്ലി ഖബറാകുന്ന ഇരത്തറയിലും അവരും അതോട്ട് പരലോകത്തിലേക്ക് അടുത്ത് വരുമ്പോഴും പ്രകാശത്തിന്റെ കിരണങ്ങൾ പരത്തുന്നവരായി
അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത ശൈഖന്മാരും മുരീദന്മാരും ഗുരുനാഥന്മാരും അനുചരന്മാരും അണികളും കേരളത്തിലെന്നല്ല ലോകത്തിന്റെ നാനാഭാഗത്ത് ധാരാളം കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും സൽവഴിയിലൂടെ ആദർശശുദ്ധിയുള്ള വഴിയിലൂടെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ദീപത്തിന്റെ ഉടമകളായ ഗുരുനാഥന്മാരെ നമുക്കറിയാം. അങ്ങനെയുള്ള ഏറ്റവും വലിയ ഗുരുനാഥനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന വലിയ മഹാനുഭാവൻ. ആയിരക്കണക്കിന് ശിക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ചെന്നിരിക്കുന്നു. മനസ്സിന്റെ ഇളവൊന്ന് മാറ്റിക്കൊടുക്കാൻ, മനസ്സിന്റെ ഇളവൊന്ന് മാറ്റിക്കൊടുക്കാൻ ജീവിതത്തിലറിയാതെ മുറ്റിയ വഴിയോരങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ പറഞ്ഞു വരുന്ന വാക്കുകൾ ഒരു ബൾബ് പോലെ പ്രകാശിക്കുമ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി, ആ ദീപം വരുന്നതിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാത്തിരുന്ന ബഹുമാനപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഓടി വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പോലും അദ്ദേഹത്തിനോട് ഖൗഫായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇങ്ങനെ ദീപം തെളിയുന്നത് പോലെ ആത്മീയതയുടെ പ്രകാശമാ കണ്ണുകളിൽ നിന്ന് പുറത്തേക്ക് വരുമായിരുന്നു. ശൈഖ് മൻസൂർ റളിയല്ലാഹു തആല അൻഹുവിന് മക്കളുണ്ടായിരുന്നു. അതുപോലെ അവരും ശിഷ്യരായിരുന്നു. മക്കൾ കുടുംബബന്ധത്തിൽപ്പെടാത്ത ധാരാളം ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മക്കളെക്കാളേറെ ഇഷ്ടപ്പെട്ടിരുന്നത് ശിഷ്യന്മാരുടെ ഒരു പ്രധാനപ്പെട്ട സഹോദരനായിരുന്നു. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് പറഞ്ഞു, എന്റെ പിൻഗാമിയായി ഞാൻ ഈ ലോകത്തിലെന്ന് വിട പറഞ്ഞു പോയാൽ ഞാനിതുവരെ തിളച്ചുകൊണ്ടിരിക്കുന്ന ദീപശില കയ്യിലെന്താൻ പറ്റുന്ന ഒരേ ഒരു ശിഷ്യന്റെ സദസ്സിലുണ്ട്. ആ ഒരാൾക്ക് ഞാൻ ഇന്നുവരെ പ്രകാശം തിളച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നായകന്റെ മദീനയിൽ നിന്നെടുത്ത് വലിച്ചിരുന്ന മഹാന്മാരെ വിളിച്ചിരുന്ന ദീപത്തെ എന്താ പ്രിയപ്പെട്ട ശിഷ്യർ ഞാൻ കൈമാറുമെന്ന് പറഞ്ഞപ്പോ സഹധർമ്മിണി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോനല്ലേ ആ ദീപം ഏറ്റുവാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടയാൾ. നമ്മുടെ പൊന്നുമകനല്ലേ ആ ദീപമാകാൻ ഏറ്റുവാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ടയാള്. അതുകൊണ്ട് ആ മകനല്ലേ നിങ്ങൾ പരിഗണിക്കേണ്ടത്. ഈ പുന്തലമുറയുടെ വക്താവായി നമ്മുടെ മകൻ നിലനിൽക്കട്ടെ. ആത്മീയയുടെ പ്രകാശനമായി, ആത്മീയതയുടെ ദീപങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട മകൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കട്ടെ. അതിനെല്ലാം പ്രതിഫലം നമ്മുടെ കബറിൽ നമ്മുടെ പരലോകത്ത് നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ മക്കളെക്കാളും ഏറ്റവും ഹൃദയാന്തരത്തിൽ ദീപം ഇപ്പോൾ തന്നെ തെളിഞ്ഞു കഴിഞ്ഞ ഒരു മഹാനുഭാവനായ ശിഷ്യന്റെ അടുത്തുണ്ട്. ആ പ്രിയപ്പെട്ട ശിഷ്യനെയും നിന്റെ മകനെയും വെച്ച് നമുക്കൊരു പരീക്ഷണം നടത്താം. ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിച്ചു കൊടുത്ത ദീപം ഏറ്റുവാങ്ങിയ ശിഷ്യൻ ആരാണ് എന്ന്, എന്റെ മകനാണോ, കുടുംബബന്ധമില്ലാത്ത എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ശിഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ ഒരു പരീക്ഷണം നടത്താം. പ്രിയപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട രണ്ടുപേരോട് പറയുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പുല്ല് പറിച്ചുകൊണ്ട് വരുന്നയാളിന് ഞാനിന്നൊരു വലിയ സമ്മാനം തരാൻ പോവാൻ. നിങ്ങൾ നടന്നു പോകുക, നിങ്ങൾ സഞ്ചരിച്ചു പോകുക, വഴിയോരത്തിൽ ഏറ്റവും അധികം പുല്ലുകൾ പറിച്ചുകൊണ്ട് വരുന്നയാളിന് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഞാൻ തരുമെന്ന് പറഞ്ഞു. രണ്ടുപേരും പോവുകയാണ്. ഒരാൾ ബഹുമാനപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മറ്റേയാൾ കുടുംബബന്ധമില്ലാതെ തന്റെ മുന്നിൽ വന്ന് ആത്മീയതയുടെ പ്രകാശഗോപുരം മാനസിലേക്ക് സ്വീകരിക്കാൻ മനസ്സ് വെച്ചുകൊണ്ട് ആ ദീപമേറ്റ് കൊണ്ട് വലിക്കണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യരാണ്. രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞുപോയി. മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞു പോകുമ്പോൾ ഈ രണ്ടുപേരും ഇറങ്ങി വരികയാണ്. ഒരാളുടെ തലയിൽ നിറച്ച് വലിയ ഒരു കുട്ടയിൽ പുല്ല് പറിച്ചു വെച്ചിരിക്കുന്നു. ആകെ പ്രിയപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് എന്ന് കണ്ടവർക്കൊക്കെ ബോധ്യമായി. ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു വലിയ കൊട്ട വിളിച്ച് പുല്ല് പറിച്ചു വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ആളായ ഈ പ്രിയപ്പെട്ട ശിഷ്യനൊന്നും പറിച്ചെടുത്തിട്ടില്ല, ഒരു പുല്ല് പോലും പറിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുന്നു. ശൈഖ് മൻസൂർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുന്നു. എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ശിഷ്യ നീ പുല്ല് പറിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രയാസത്തോടെ ശൈഖ് മൻസൂർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പുല്ല് പറിക്കാതെ കയ്യിലൊന്നുമില്ലാതെ കിടന്നു വന്ന പ്രിയപ്പെട്ട ശിഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഏത് പുല്ല് പറിക്കാനായിട്ട് ഞാൻ കടന്നു ചെന്നാലും, ഏത് പുല്ല് പറിക്കാനായിട്ട് ഞാൻ എന്റെ കൈകൊണ്ട് അടുത്ത് ചെന്നാലും, ഏത് പുല്ലിന്റെ അടുത്ത് പോയിട്ടിരുന്ന് എന്റെ ബഹുമാനപ്പെട്ട ഗുരുദേവനെന്ന് പറഞ്ഞതുപോലെ അത് പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഞാൻ പോയി എടുത്തു വന്നാലും ആ പുല്ല് തസ്ബീഹ് ചെല്ലുന്നു എന്റെ കാതിലൂടെ
ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ലുണ്ടല്ലോ, ആ ഇലകളുണ്ടല്ലോ, ആ പച്ചപ്പുണ്ടല്ലോ, അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. ഞാനത് പറിച്ചെടുത്തു പോയാ പിന്നെ അത് തസ്ബീഹ് ചൊല്ലുന്നത് നിർത്തുമല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ്, ഈ ദുനിയാവിന്റെ തുണിക്കകത്ത് നിൽക്കുന്ന ഒരു പച്ചല പോലും പറയാറുണ്ട് കൊണ്ട് കഴിയില്ല. ഞാൻ പറയാനായി ഇടത്തേക്ക് നില്ലുമ്പോൾ അതിന്റെ തസ്ബീഹിന്റെ ശബ്ദം ഞാനിങ്ങനെ മുഴങ്ങി കേൾക്കുകയാ. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല തന്നെ എന്ന് പറഞ്ഞപ്പോ ശേഷ മനുഷ്യർലാണ്ട് അത്ഭുതത്തോട് അവിടെ കൂടി നിൽക്കുന്ന ജനസാഗരത്തിനോട് പറയുകയാണ്, കണ്ടോ അല്ലാഹുവിന്റെ ആത്മീയമാകുന്ന ദീപത്തിന്റെ വെളിച്ചം മനസ്സിലേക്ക് പതിഞ്ഞതുപോലെ ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നതാ. ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നതാ. ചെറിയ പ്രായത്തിൽ പച്ചലുകളുടെ തസ്ബീഹ് കേട്ടുപോയ ഈ മഹാനുഭാവനാരും നിന്റെ കൊപ്പം മഖാമിന്റെ ആണ്ടിലേക്ക് വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ചെറിയ പ്രായത്തിൽ പച്ചലുകൾ തസ്ബീഹ് ചൊല്ലുന്ന ആ തസ്ബീഹിന്റെ മാധുര്യം തിരിച്ചറിയാ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനുഭാവനാരെന്നറിയുമോ? അല്ലാഹു ബഹുമാനപ്പെട്ട ശ്രീ അഹ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു വസീഹുകളാണ്. നല്ല ആവേശത്തോടെ നബിയുള്ളാഹുവെന്ന് പറയുക. ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി, ബഹുമാനപ്പെട്ട അഹ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ പച്ചലുകളുടെ തസ്ബീഹ് കേട്ടുപോകുന്ന ചരിത്രം പറയുമ്പോ ഈ പ്രകാശവും കൊണ്ടാണ്, ഈ ദീപവും കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മദീനത്തേക്ക് ചെന്നത്. ഈ ദീപവും കൊണ്ടാണ് മദീനത്തേക്ക് കടന്നു ചെന്നത്. ഞാനും നിങ്ങളും മദീനത്ത് പോകുന്നത് എങ്ങനെയാ? അതേ സ്വർഗത്തിന്റെ സുന്ദരമായ സ്ഥലത്ത് പോയിരുന്നുകൊണ്ട് രണ്ടരക്കഴക്ക് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ സലാം പറഞ്ഞിറങ്ങി വരുമ്പോ ഞാനും നിങ്ങളും മദീനത്ത് പോകുന്നവർ എങ്ങനെയാ? നമ്മുടെ മനസ്സിന്റെ കത്ത് ദീപമില്ല, നമ്മുടെ മനസ്സിന്റെ കത്ത് വെളിച്ചമില്ല, നമ്മുടെ ഹൃദയാന്തരത്തിൽ പ്രകാശമില്ല. എന്നാൽ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹു വസീഹുകൾ എങ്ങനെയാണ് മദീനത്തേക്ക് പോയിരുന്നറിയോ? പൊട്ടിക്കരന്നുകൊണ്ട് തന്റെ ഹൃദയത്തിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ആത്മീയതയുടെ ദീപശിലയാ മദീനത്ത് കൊണ്ടുപോയി തുറച്ചു കൊടുത്തപ്പോ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തിൽ ഏറ്റവും വലിയ ഒരു മഹാത്ഭുതമാണ് റൗളാ ശരീഫിന്റെ മുമ്പിൽ നടന്നത്. എന്തുകൊണ്ടെന്നറിയോ? അവിടെ മുത്തായ തങ്ങൾക്ക് കിടക്കാൻ കഴിയില്ല. ആരംഭപൂവായ തങ്ങൾക്ക് അഹ്മദുൽ കബീർ റിഫായിയുടെ മനസ്സിന്റെ പ്രകാശം കാണുമ്പോ ആള് ഓടിപ്പോ ഞാൻ പേടി. ഞാൻ എന്താ പറയുന്നത്, അവിടെ നിന്ന് കിടന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഇച്ചിരി പ്രശ്നം. അതുകൊണ്ടാണ് സംഘാടകർ ഇങ്ങനെ ഇതൊക്കെ. ആള് കയറി ഇരുന്നതോ വേറെ ഒന്നുമില്ല. അള്ളാഹു പാമ്പ് കയറി വിലയല്ല വിജയിക്കുന്നത്. ഈ വാള് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ദേഷ്യപ്പെടരുത് കേട്ടോ, പതുക്കെ പറയണം. മയത്തിൽ നമ്മുടെ ജനറേറ്ററിന്റെ വയറൊക്കെ അവിടെ ഇരിക്കുകയാണ്. അതിൽ തൊട്ടാല് നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു പോയാൽ പിന്നെ നമ്മുടെ പരിപാടി ഇത് ഇത്രയും പിന്നെ മാനേജ് ചെയ്തെടുക്കാൻ വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു ഇവിടൊക്കെ നിറഞ്ഞു, ഇവിടെ നിന്ന് നിൽക്കാനും പോകാനൊന്നും വഴിയില്ല. അള്ളാഹു താലയിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന സദസ്സിന് ഔലിയാക്കന്മാരുടെ പൊരുത്തം അള്ളാഹുവോട് അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മാത്രമേ ദുആ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഞാൻ ഒരുപാട് നാള് ഇതുവഴി യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടുത്തെ മക്കാമിന്റെ അകത്ത് സമാധാനമായി കയറി നിന്നൊരു ഫാത്തി ഓതി ദുആ ചെയ്യുന്നത്. പള്ളിക്കകത്തിരുന്ന് ഫാത്തി ഓതലുണ്ട്, സലാം പറയലുണ്ടെങ്കിലും ഇറങ്ങി നിന്ന് സയ്യിദന്മാരോടൊപ്പം അവരുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരോടൊപ്പം ഫാത്തി ഓതി ദുആ ചെയ്യുന്നത്, സമാധാനത്തോടെ ദുആ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അൽഹംദുലില്ലാ, വല്ലാത്ത മനസ്സിനൊരു വല്ലാത്ത സന്തോഷം കിട്ടിയ, വല്ലാത്ത നിർവൃതി കിട്ടിയ, വല്ലാത്ത അനുഭൂതി കിട്ടിയ ആ സിയാറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്തു തരുമാറാകട്ടെ. അത് കബൂൽ ചെയ്താൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു, നമുക്ക് മജ്ലിസിന് വേണ്ടി ദുആ ചെയ്തു. ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹപാഠികൾ, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ വാലന്റിയേഴ്സ് ഇതൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത്, അതിന്റെ അകത്തേക്ക് വന്നാൽ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയാൽ ഈ സാധനങ്ങളൊക്കെ പോകും.
വേറെന്തെങ്കിലും കണക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ കുളമാവും. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനൊന്നും ഒരു തടസ്സവും സൃഷ്ടിക്കാതെ നല്ലതുപോലെ ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കയ്യിൽ കൂരിട്ടാവുന്ന കവറിലേക്ക് പോകുമ്പോൾ ഒരു വലിയ പ്രകാശം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇടയ്ക്ക് ഇങ്ങനെ ഓടരുത്. ഓടിയപ്പോ നിർത്തിപ്പോയതാ പെട്ടത്. എന്താ സംഭവം എന്നറിയാൻ പറ്റില്ല. അൽഹംദുലില്ലാ. അപ്പോ മദീനയുടെ നായകന്റെ അരികിലേക്ക് തന്റെ മനസ്സിലുള്ള ദീപവുമായി കടന്നുപോയ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. എവിടെന്നാണ് ആ ദീപം കിട്ടിയത്? ബഹുമാനപ്പെട്ടവർക്ക് ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജം മുനീറാ. എല്ലാ പ്രകാശഗോപുരങ്ങളും അല്ലാഹു കൊടുത്തുപോയ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ലോകത്തെവിടെയാണ് കുറ്റാകുത്തിയിട്ടുള്ളത് അവിടെ ഏറ്റവും വലിയ പ്രകാശം തന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ റളിയല്ലാഹുവിനെ പറഞ്ഞില്ലേ, എന്റെ റൂമിന്റെ അകത്ത് കുറ്റാകുത്തിയിട്ടുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. ഒരു വെളിച്ചം പോലുമില്ലാതെ റൂമിന്റെ അകത്ത് ഞാൻ ഇരിക്കുമ്പോ മുത്തായ തങ്ങളെ കടന്നു വന്ന നിലത്തിരീട് പോലെ സൂചിയുണ്ടല്ലോ, പ്രകാശമില്ലാതെ റസൂലുള്ളാഹിയുടെ അരികിൽ പോയി എനിക്കെടുക്കാൻ സാധിക്കുമായിരുന്നു. അത്രത്തോളം പ്രകാശത്തിന്റെ ഉടമയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല പറയുമ്പോ, എന്റെ സഹോദരങ്ങളെ, ആ പ്രകാശവുമായി മക്കയുടെ മണ്ണിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട പിഞ്ചുമക്കള്, ചോരയുടെ മണം മാറാത്ത പെൺകുട്ടികള് ഉമ്മാന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാറ്, ഉപ്പാന് വിളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ട് മഴപ്പരികൾക്കകത്തുളപ്പിലേക്ക് കുടിച്ചുമൂടിയിട്ട് കാർക്കിച്ചു തുപ്പിയിരുന്ന കാടപ്പം മരവിച്ചു പോയ കാട്ടറവികളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ദീപം കയ്യിലേന്തിയിട്ട് കടന്നു എന്നതാ. സുബ്ഹാനല്ലാഹ്. കല്ലെറിഞ്ഞവരെത്രയാ, തൂക്കി വിളിച്ചവരെത്രയാ, പരിഹരിച്ചവരെത്രയാ, കളിയാക്കിയവരെത്രയാ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ ആരംഭപ്പോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദീപം ഇങ്ങനെ അടിച്ചു വീശിയപ്പോ എത്ര ആളുകളാ മുത്തായവങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നത്. മക്കളെ കൊന്നുപോയവര്, പിന്നെ അതാ മരുഭൂമിയുടെ മണപ്പരികളെ വേദനിപ്പിക്കാതെ നടന്നു പോകുന്നു. ഏറ്റവും വലിയ ദീപശിലയുടെ ഉടമസ്ഥരാക്കി അല്ലാഹുവിന്റെ റസൂൽ മാറ്റിയെടുക്കുകയാ. മക്കളുടെ കഴുത്തറത്ത് വന്നവര് പൊട്ടിക്കരന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഹദ്റത്തിലേക്ക് വരികയാ. പൊരുത്തപ്പെട്ടു തരണം നബിയേ, അവിടെ അല്ലാഹുവോട് ദുആർക്കണം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് കടന്നു വന്നു പോയെങ്കിൽ എന്റെ പ്രിയമുള്ള കൊപ്പം മഖാമിലെ ആണ്ട് നേർച്ചയ്ക്ക് ഒരുമിച്ച് ഓടിയ ഈ ജനസാഗരത്തിലൂടെ പറയാറുള്ളത്, നിന്റെ ജീവിതത്തിന്റെ സൗകര്യത്തെ കുറിച്ചല്ല പറയുന്നത്, നിന്റെ ജീവിതം ഇരുൾമുറ്റിയതാണെന്ന് എപ്പോഴാ നീ അറിയുന്നത് സഹോദര? എപ്പോഴാ അറിയുന്നത് സഹോദര? ഈ വെളിച്ചമെന്ന് കെട്ടുപോകുമ്പോഴുള്ള ഇരുവിനെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിന്റെ മനസ്സ് നിറച്ചിരുളല്ലേ, ജഹീലിയത്തിന്റെ ഇരുളല്ലേ, ഹറാമിന്റെ ഇരുളല്ലേ, അനാശാസ്യത്തിന്റെ ഇരുളല്ലേ, അനാവശ്യത്തിന്റെ ഇരുളല്ലേ, പ്രകാശത്തിന്റെ കിരണങ്ങൾക്ക് കടന്നു വരാൻ അവസരമില്ലാത്ത ഇരുമുറ്റിപ്പോലെ മനസ്സുമായി കടന്നു കൂടുന്നവര് നിന്റെ കബറിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവെക്കുമ്പോ എല്ലാ ഇരുളും കൂടി പരസ്പരം ഒരുമിച്ച് കൂടുകയാണ്. ഇന്നത്തെ അവിടെ പ്രകാശമില്ല, അവിടെ കുറ്റാകുറ്റിട്ടാണ്, അവിടെ ആദാബിന്റെ ഘോഷയാത്രയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പടച്ചറപ്പ് പറഞ്ഞതെന്താ? ومبشرا ونذيرا وداعيا الى الله باذنه سراجا منيرا. ലോകത്തുള്ള ഏറ്റവും വലിയ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകാശമേ. ആ പ്രകാശമാണ് സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ പകർന്നു കൊടുത്തത്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞതെന്താ? എന്റെ സഹാബികൾ താരകങ്ങളെ പോലെയാണ്, എന്റെ സഹാബികൾ താരകങ്ങളെ പോലെയാ, എന്റെ സഹാബികൾ നക്ഷത്രങ്ങളെ കൂട്ടങ്ങളെ പോലെയാ. നിങ്ങൾ അവര് ആര് പിൻപറ്റുന്നുവോ അവര് ഹിദായത്ത് നേടിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹാബികൾ താരകങ്ങളെ പോലെയാണ്.
എന്റെ സഹാബികൾ നക്ഷത്രതുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും അൽഹംദുലില്ലാഹ് നിങ്ങൾ ഹിദായത്ത് ലഭിച്ചവരായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിന്റെ പേരിലാണ്? ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും പ്രകാശം ഇങ്ങനെ ഈ നക്ഷത്രങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തു. അവിടെ നിന്നല്ലേ ഒരു സഹാബി സുബ്ഹാനല്ലാഹ് ആ ദീപവും കയ്യിലെന്തിയിട്ട് മക്ക എന്ന മണ്ണിന്റെ കുറ്റാകുറ്റിരുട്ടിനെ വെളിച്ചമാക്കി മാറ്റിയ, പ്രകാശത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ മുത്തുനബി തങ്ങൾ തെളിച്ചു കൊടുത്ത ദീപം കയ്യിൽ വാങ്ങിയിട്ടാണ് ഒരു സഹാബി കേരളത്തിലേക്ക് വന്നത്. അന്നിവിടെ ആകെ ഇരുട്ടായിരുന്നു, അന്നാകെ കൂരിരുട്ടായിരുന്നു. ഇവിടെ കടന്നു വന്നപ്പോ എന്റെ സഹോദരങ്ങളെ, ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും അധികം പ്രകാശം പരത്തുന്ന പള്ളി ഏതെന്ന് ചോദിച്ചാൽ തലങ്കരയിലെ മാലിക് ദീനാർ പള്ളി മാത്രമാണ്. ഏറ്റവും വലിയ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. ആ പള്ളിക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ തോന്നും. എന്ത് പ്രത്യേകതയാ? കല്ലിന്റെയും കട്ടയുടെയും പ്രത്യേകതയല്ല, അവിടെ കിടക്കുന്ന ദീപശിഖയുടെ പ്രത്യേകതയാണ്. അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുവേ, അങ്ങനെ ആ നാടറിയപ്പെട്ടില്ലേ? ജഹലിയത്തിന്റെ കൂരിട്ടിൽ കിടന്ന ആ നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശമാകുന്ന ദീപത്തെ എടുത്ത് വെച്ചു കൊടുത്തപ്പോ അവിടെ വല്ലാണ്ട് പ്രകാശം കൊണ്ട് നിറഞ്ഞില്ലേ? അങ്ങനെ ഓരോ ജനങ്ങൾ പരിശോധിച്ചു നോക്കുക. ആ ഹൃദയത്തിലേക്ക് ആ ദീപത്തിന്റെ വെളിച്ചമുള്ളത് കൊണ്ടാണ് കൊടുങ്ങല്ലൂർ സാമൂതിരിയുടെ കരിക്ക് വെട്ടിക്കൊണ്ട് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു കൊടുത്തപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത് ഈ കരിക്ക് ഏത് തൊടിയിൽ നിന്ന് കിട്ടിയതാണ്? ഏത് മുതലാളിയുടേതാണ്? ഏത് യജമാനന്റേതാണ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ട് അവരുടെ പൊരുത്തമില്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയുമോ? ഈ വെളിച്ചം കയ്യിലിരിക്കുന്നവർക്ക് ഹറാമ് കഴിച്ചോടാ, ഈ വെളിച്ചം കയ്യിലിരിക്കുന്നവർക്ക് തോന്നിവാസം പോലെ ജീവിച്ചോടാ, ഈ വെളിച്ചം കയ്യിലിരിക്കുന്നവർക്ക് കിട്ടുന്നതൊക്കെ വാരി വലിച്ച് കഴിച്ചോടാ. പക്ഷേ നമ്മൾ ഓർക്കണേ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രകാശത്തിന്റെ ബിന്ദുക്കൾ ഇങ്ങനെ ലോകത്തുള്ള നാനാഭാഗത്ത് വിതറിക്കൊടുക്കുമ്പോ എല്ലാ പ്രവാചകന്മാരും ആ ദീപമായിട്ടാണ് കടന്നു വന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം കുറ്റാകുറ്റിരട്ടിൽ കിടക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് മനോഹരമായ പ്രകാശത്തിന്റെ ദീപശിഖ തെളിച്ചു കൊടുത്തിട്ട് ഒരുപാട് പേരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ്. കടപുരണ്ടുപോലെ ജീവിതത്തെ കടിവെടുപ്പാക്കിയ ജനസാഗരത്തിന്റെ നേതാവായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നതല്ല, ഹൃദയത്തിൽ ഏറ്റവും അധികം ദീപങ്ങളുമായി കടന്നുപോടുന്നവര് ഞാൻ ഈ കാണുന്ന ജനങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിലെന്ന് പറഞ്ഞു തരൂ നബിയേ. ദാവൂദ് നബി ചോദിക്കുന്നുവല്ലോ, തന്റെ കൈകളിൽ ഏറ്റവും നല്ല ഹിദായത്തിന്റെ വെളിച്ചവുമായി കടന്നുപോടുന്നത് ദാവൂദ് നബിയല്ലാതെ, ഞാൻ ഹിദായത്തിന്റെ വെളിച്ചു കൊടുത്ത ഈ ജനങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലെന്ന് പറയുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാവൂദ് നബിയിലേക്ക് കടന്നുവരിക, അല്ല കാണിച്ചു കൊടുക്കാൻ പോവാണ് ലോകത്തെ ഏറ്റവും വലിയ ദീപം കയ്യിലേന്നിട്ട് കുറ്റാകുറ്റിനെ കീറിമുറിക്കുന്ന പ്രകാശം കയ്യിലേന്നിട്ട് ജഹലിയത്തിന്റെ കൂടിലിനെ കീറിമുറിക്കുന്ന പ്രകാശകിരണം കയ്യിലേന്തിയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം അടിമകളെ എനിക്കുണ്ട് ദാവൂദ് നബിയെ, എനിക്കുണ്ട് ദാവൂദ് നബിയെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയോട് പറയുമ്പോ ദാവൂദ് നബി പറയുന്ന പടച്ചവനെ, എന്നെക്കാൾ കയ്യിൽ പ്രകാശമേന്തിയവരുണ്ടെങ്കിൽ എനിക്കൊന്ന കാരണമല്ല, ആ പ്രകാശത്തിൽ നിന്നാണ് ആ ദീപമാണ് കൊപ്പം മക്കാമിൽ തിളങ്ങുന്നത്, ആ ദീപമാണ് അജ്മീർ തിളങ്ങുന്നത്, ആ ദീപമാണ് പൊട്ടച്ചിറ ദീപമാണ് മക്കാമിൽ തിളങ്ങുന്നത്, ആ ദീപമാണ് ബഗ്ദാദിൽ തിളങ്ങുന്നത്, ആ ദീപമാണ് വടവൂരിൽ തിളങ്ങുന്നത്, ആ ദീപമാണ് വടവൂരിൽ തിളങ്ങുന്നത്, ആ ദീപമാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഏറ്റെടുത്ത് തലയിൽ വെച്ചിരിക്കുന്ന ദീപം അതാണ്. എന്റെ കൊപ്പം മക്കാമിന്റെ ഉറൂസിൽ വന്നവര് ഇന്ന് ആ ദീപങ്ങളിലേക്ക് ആവശ്യമില്ലല്ലോ, ഇന്നതിനെ കുറ്റപ്പെടുത്തുകയല്ലേ, ഇന്നതിനെ പരിഹസിക്കുകയല്ലേ,
സമൂഹത്തിന് കരിവാരി തേക്കുകയല്ലേ? കേവലം ഒരു സുന്ദരി കുട്ടിയും അവകാശപ്പെടുന്ന സിനിമാ നടിയെ തന്റെ കടയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന പരസ്യം മഖാമിന്റെ തിരുമുമ്പിൽ കൊണ്ടുവെക്കാൻ ചങ്കുറപ്പ് കാണിച്ചല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എറണാകുളത്ത് ഇമ്മാനുവൽ ഉദ്ഘാടനം ചെയ്തത് ആരോ? ഇന്ന് കൊപ്പം മഖാമിന് വന്നവരെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എറണാകുളത്ത് ഇമ്മാനുവൽ ഉദ്ഘാടനം ചെയ്തത് പാണക്കാട് തങ്ങളല്ല, സയ്യിദന്മാരല്ല, സമസ്തയുടെ നേതാക്കന്മാരല്ല, മുഴുവന്മാരല്ല. പിന്നെയോ നാഴിക്ക് 40 വട്ടം സുന്ദരികളായ പരിണീമണികളുമായി തോളത്തിലയിട്ടുവന്ന് ആടിയും പാടിയും നടക്കുന്ന ഒരു സിനിമാ പോക്കുവരവാട് ഉദ്ഘാടനം ചെയ്തത്. എന്നെ തെന്തെത്തിപ്പോയ സഹോദരങ്ങളെ, ഇന്നതിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ മരണ വീട് പോലെ കിടക്കുന്ന വലിയ ടെക്സ്റ്റൈൽസിന് നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടെന്നറിയോ? അള്ളാന്റെ അപാരമായ ആദാബ് വന്നോ രക്ഷപ്പെടാ കഴിയില്ലടാ. നീ ഏത് കോടി പറയായാലും നിന്നെ അള്ളാഹു തറപറ്റിക്കുപെടോ, അള്ളാഹു നിന്നെ പടപറ്റിക്കുപെടാ ഉറപ്പാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിന്റെ വേദിയാണ്, ഇത് സ്വർഗത്തിന്റെ മജ്‌ലിസാണ്. സാധുവാക്കുടിയോട് വെറുപ്പുണ്ടായിട്ട് കാര്യമില്ല. എത്ര വലിയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്ക് തോന്നിയവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ സ്വർഗത്തിന്റെ വേദിയിലേക്ക് പിരിമിരിക്കുന്നവര് പോലെ കൊണ്ടുവെക്കാൻ ധൈര്യം കൊണ്ടുപോയെങ്കിൽ ആരാണ് കൊപ്പം മക്കാമിൽ കിടക്കുന്നതെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ്, ആരാണല്ലാണ്ട് ഔലിയാക്കന്മാരെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ്, ആരാണ് നിന്റെ മജ്‌ലിസിന്റെ ശ്രേഷ്ഠതയെന്ന് പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നാ ദീപങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് തോന്നിയതുപോലെ ജീവിക്കാൻ മനസ്സെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല പോലെ. ആ ദീപമില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂല ചെറുപ്പക്കാരാ. ആ ദീപമില്ലാതെ വിജയിക്കാൻ നമുക്ക് കഴിയൂല സഹോദരാ. ദാവൂദ് നബി അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹ് ഞാനിത് നിങ്ങൾക്ക് ഹിദായത്ത് കൊടുത്ത പ്രകാശകിരണമുണ്ടല്ലോ, അതിലേറെ ദീപങ്ങൾ കയ്യിലേന്തിയിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഇനിയുണ്ടോ? അല്ല പറയുന്നു, ഉണ്ട് നബിയെ, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക. ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അല്ല പറഞ്ഞ ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അള്ളാഹു പറഞ്ഞ ഭാഗത്തേക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. ഒരുപാട് അരുവികൾ അവിടെ നിൽക്കുകയാണ്, ഒരുപാട് അരുവികളെ കാണുകയാണ്. മനോഹരമായ സ്വർഗത്തിന്റെ ഇളമ്പടിച്ച് വീശുന്ന ഒരു പ്രദേശമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം അരുവിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടോ അവരെല്ലാവരും അൽഹംദുലില്ലാഹ് അല്ല പറയുന്ന അവരാണ് നബിയെ, ഈ കാണുന്നവരാണ് നബിയെ. ഒരു വിഭാഗം ജനങ്ങളാ അരുവിയിലരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, അള്ളാന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അവരോട് ചോദിക്കുകയാണ്, അള്ളാഹ് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അവര് പറയുകയോ, ഏറ്റവും വലിയ ദീപം നിങ്ങളിവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാവൂദ് നബി ചോദിക്കുന്നു, അതേതാണ്? ദാവൂദ് നബി ചോദിക്കുന്നു, അതേതാണ്? ഹറാമിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അനാവശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അനാശത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഹൃദയത്തിന്റെ പ്രകാശകിരണം പരത്തുന്ന ദീപശിഖ എന്റെ കൊപ്പം മഖാമിൽ വന്നവരെ പറഞ്ഞു വരികയാണ്. ആ ദീപം നിങ്ങൾ കയ്യിൽ പിടിക്കുക, എന്റെ ചെറുപ്പക്കാരോ, ദീപം നിങ്ങൾ കയ്യിൽ പിടിക്കുക, എന്നിട്ട് യാത്ര ചെയ്യുക. മുമ്പിലുള്ള ഇരുൾ മുഴുവനും അല്ലാഹു വെളിച്ചമാക്കി തരുന്നതാ, മുമ്പിലുള്ള ജഹരിയത്തിന്റെ മുറ്റാകുരുട്ട് മുഴുവനും അല്ലാഹു പ്രകാശമാക്കി തരുന്നതാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുമ്പോ അവര് പറയുന്നു, നബിയേ, ഞങ്ങളുടെ മനസ്സിന്റെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരിക്കലും കെടാതെ അള്ള കൊളുത്തി തന്ന ദീപമുണ്ടെന്നറിയുമോ? അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു സമയം പോലും പാഴാക്കാതെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ദാവൂദ് നബി പറയുന്നു, അല്ലാഹ് ഞാനും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ല പറഞ്ഞു, വെറുതെ ചൊല്ലിയാ പോരാ, ഒരു നിബന്ധനയുണ്ട് ദാവൂദ് നബിയെ, ഒരു നിബന്ധനയുണ്ട് ദാവൂദ് നബിയെ.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ദീപം. ഒരു ഇരുളും അവനെ ബാധിക്കാതെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം. ഖബറിന്റെ അകത്ത് പോലും ഇരുളുണ്ടാവില്ല. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം. ഈ ഒരു വിഭാഗം ജനതയെ ദാവൂദ് നബിക്ക് അല്ലാഹ് കാണിച്ചു കൊടുത്തു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിരന്തരം ദിക്ർ ചൊല്ലുന്നവരാണ്. ദിക്ർ ചൊല്ലുന്നവർക്ക് അന്ധത പോലും അല്ലാഹു കൊടുക്കില്ല. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വന്നിരിക്കുന്ന നിങ്ങൾ മുഴുവനും ഇന്നു മുതൽ ഒരു കൃത്യമായ ദിക്ർ മരിക്കുന്നത് വരെ ചെല്ലാൻ തീരുമാനിക്കണം. ഒരു കൃത്യമായ ദിക്ർ ലോകാവസാനം വരെ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പിരിയുന്നത് വരെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു നല്ല തന്റേടമുള്ള ഒരു തീരുമാനം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എടുക്കണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ എങ്ങനെയാണ് ദിക്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതെന്നറിയുമോ? നമ്മൾ ഈ ലോകത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. ആകാശവും ഭൂമിയും പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു ആകാശത്തെ പടച്ചതിലുണ്ട്, രാപകലുകൾ മാറി വ്യത്യാസപ്പെട്ടു വരുന്നതിലുണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് ചിന്തയുണ്ട്, ചിന്തയുള്ളവർക്ക് ഗുണപാഠമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ ദിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് فرجع البصر هل ترى من فطور ثم رجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ ഖുർആനിന്റെ സൂറത്തുൽ മുൽക്ക് പറയുകയാണ്, ആകാശങ്ങളെ 7 തട്ടായി പടച്ചറപ്പ് പറയുകയാ. പരിശോധിച്ചു നോക്കുക. ദാവൂദ് നബിയോട് ജനത പറയുന്നു, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നബിയെ, ഞങ്ങൾ ഇങ്ങനെയാണ് എത്രത്തോളം ദിക്ർ ചൊല്ലുന്നവരായി മാറിയതെന്നറിയുമോ? ആകാശത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, ഭൂമിയെ കുറിച്ച് ചിന്തിച്ചപ്പോ, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞങ്ങൾ അറിയാതെ അത്ഭുതപ്പെട്ടു പോയി. തൊഴിലാറ് വെള്ളത്തിലാടിച്ചതുപോലെ അല്ലാഹു പടത്തിലെത്തിരിക്കുന്ന വെള്ളക്കുട പോലെയുള്ള ആകാശമുണ്ടല്ലോ. തൊഴിലാറ് വളർന്നു നിൽക്കുന്ന ആകാശവും പ്രപഞ്ചത്തിന്റെ ആണിക്കല്ല് പോലെയുള്ള പർവ്വതങ്ങൾ, വിശാലമായ ഭൂമിയുമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കരവിരുതാണ് വശംസതജിരിയിൽ മുസ്തഖറില്ല. സൂര്യനതിന്റെ പ്രബലത്തിലൂടെ സഞ്ചരിക്കുന്ന അത്ഭുതം പോലും അല്ലാഹുവിന്റെ കരവിരുതാ. അതുകൊണ്ടൊരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഞാൻ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. അല്ലാഹ് പറയുന്ന ദാവൂദ് നബിയെ, അങ്ങനെ മുടങ്ങാതെ ദിക്ർ ചൊല്ലുന്നവർക്ക് ഇരുളെന്ന് പറയുന്ന സംഭവമില്ല. അവരെ ഖബർ പ്രകാശമാണ്, അവരെ ജീവിതം പ്രകാശമാണ്, അവരെ മുഖം പ്രകാശമാണ്. ഒന്നാമത്തെ വഴി ദിക്ർ ചൊല്ലുക എന്ന്. ഇന്ന് പഴയതുപോലെ യുവാക്കൾക്ക് അതിനോട് താല്പര്യം വളരെ കുറവാണ്. പണ്ട് എല്ലാ വീട്ടിലും രാത്രിയാകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളൊക്കെ അല്ലേ, ഉമ്മമാരുപ്പമാര് വട്ടം കൂടി ഇരുന്നിട്ട് ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ഒരു 10 ദിക്ർ ഇല്ലെങ്കിൽ ഒരു 50 ദിക്ർ ആ മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കും. ആ മക്കൾക്ക് അതിൻ്റെതായ ഗുണവും നന്മയും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ ചൊല്ലിയിട്ടുണ്ട് ചെറുതിലെ. ഒരുപാട് പേര്, ഒരുപാട് കുടുംബത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ന് അത് നമുക്ക് കാണാൻ കഴിയില്ല. പണ്ട് ഇനി ചൊല്ലിയില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ഉറക്കാനെങ്കിലും ഇതിങ്ങനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു അങ്ങനെ പാടുമായിരുന്നു. കുഞ്ഞുങ്ങളെ ഉറക്കാനെങ്കിലും അങ്ങനെ പാടും. ഇന്ന് അതുമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, ഒരു ദിക്റും നിന്റെ കുടുംബത്തിനകത്ത് ചൊല്ലാൻ ആളില്ലാതായി. ഒരു ദിക്റും ചൊല്ലാൻ ആളില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിപ്പോയി? നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഇബ്ലീസ് വരും. നമ്മൾ പലിശ പെട്ടെന്ന് വാങ്ങുന്നു, നമ്മുടെ മക്കള് ഹറാമ് തിന്നുന്നു, കുടിക്കുന്നു, ചെയ്യുന്നു. അതൊക്കെ വളരെ സജീവമായത് ഹൃദയത്തിൽ നിന്നും ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഈ ദീപത്തെ ഇബ്ലീസ് വന്ന് വെള്ളമൊഴിച്ച് കെടുത്തിക്കളഞ്ഞത് കൊണ്ടാണ്. അതിനെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് തെളിക്കാൻ പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാകട്ടെ. അദ്ദിക്റു മഅൽ ഫിക്ർ, വെറുതെ ചൊല്ലിയാ പോരാ. അദ്ദിക്റു മഅൽ ഫിക്ർ, ചിന്തയോടുകൂടി ചെല്ലണം. ചിന്തയോടുകൂടി ചെല്ലണം. ഓരോ ദിക്റിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല. ക്ഷേത്രം കാണുമ്പോൾ ഒരു ദിക്ർ പറയാറുണ്ട്. എന്താണെന്നറിയോ? ക്ഷേത്രം കാണുമ്പോൾ ഇപ്പൊ പൂരപ്പറമ്പിന്റെ ഉത്സവപ്പറമ്പിന്റെ ഒക്കെ സമയമാണല്ലോ. ഇവിടെയും അതിന്റെ പേരിൽ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ കാണിക്കണം.
നിങ്ങൾ ആരെങ്കിലും ആപ്പന്മാരുടെ ആണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിക്കോ, ആന എഴുന്നള്ളത്തോ കുതിര എഴുന്നള്ളത്തോ. പക്ഷെ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ കളിച്ചാൽ പണി വാലും വെള്ളത്തിൽ കിട്ടും. അത് ഇപ്പൊ കിട്ടൂല, കുറച്ച് കഴിയും, ഇച്ചിരി താമസിക്കും. എല്ലാവർക്കും പണി കൊടുക്കുന്നത് അങ്ങനെയാണ്. അബൂജഹലിന് പണി പെട്ടെന്ന് കൊടുത്തില്ല, നിബിധങ്ങളെ ചീത്ത വിളിച്ചപ്പോ പതുക്കെ കൊടുത്തു. കുറെ നാൾ കഴിഞ്ഞിട്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ, കൊടുത്തപ്പോ നല്ല ഒന്നാന്തര കൊടുപ്പായിരുന്നു. അബൂ ലഹബിനും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ പെട്ടെന്ന് കിട്ടൂല. അത് ചില പണികൾക്ക് മാത്രമേ പെട്ടെന്ന് പണി കിട്ടുള്ളൂ, ചിലന് വളരെ സാവകാശം കിട്ടുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ നടത്തിക്കോ, ഇൻഷാ അല്ലാഹ് പണി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കേണ്ടവരൊക്കെ സൂക്ഷിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പോലെ ലോകത്ത് ക്ഷമയുള്ള ഒരാൾ ഈ ലോകത്തില്ല സഹോദരങ്ങളെ. എത്ര ക്ഷമയെന്നറിയും. ക്ഷമയുള്ളത് കൊണ്ടാണ് അവരെങ്ങനെ കിടക്കുക. ഇല്ലെങ്കിൽ അവരെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ അനാവശ്യങ്ങൾ ചെയ്യുമ്പോൾ അവരെങ്ങനെ കിടക്കില്ല. ഈ സദസ്സിൽ വന്ന ഒരാൾ പോലും ഇവിടെ അന്ത്യവിസർമ്മമുള്ള മഹത്തുക്കളുടെ പേര് പറഞ്ഞിട്ട് അനാചാരങ്ങൾ നടക്കുമ്പോൾ അതിന്റെ പേര് നിൽക്കരുത്. ഇവിടെ ഇരിക്കുന്നവരുടെ കുടുംബക്കാരും അതിനംഗീകരിക്കുന്നവരല്ല. അംഗീകരിച്ചാൽ അവരെ നമ്മൾ അംഗീകരിക്കൂലല്ലോ. അവർക്ക് എന്താണ് പറയാ, പഴയ കാലത്ത് ഇവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമ്മുടെ ഉപ്പമാര് ചെയ്ത്. അവരെന്താ ചെയ്തത്? അവരെ ആരെയുടെ നടത്തിയില്ല, ആരെയുടെ മുകളിൽ കയറി എന്നിട്ട് കല്ലുപിടിച്ചില്ല, ബോധമില്ലാതെ അടിഞ്ഞാട്ടം നടത്തിയില്ല. അവരെന്താ ചെയ്തത്? ആ കാലഘട്ടത്തിന്റെ രീതി അനുസരിച്ച് കുറെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു യാത്ര നടത്തി, ഘോഷയാത്ര നടത്തി, ചില വീടുകളിൽ പോയി നേർച്ചക്കുള്ള പൈസയൊക്കെ പിരിച്ച് അതൊരു പൊരുത്തമുള്ള പരിപാടിയായിരുന്നു. അത് പിന്നീട് പണവും പദവിയും നിനക്ക് അധികരിച്ചു വന്നപ്പോ തോന്നിയതുപോലെ ആക്കി മാറ്റിയത് നീയാണ്. അതിന്റെ ഭവിഷ്യത്ത് അത് തുടങ്ങിയവർക്കും അതിന്റെ പിന്നിലുള്ളവർക്കും അല്ലാഹു തആല കൊടുക്കും, അത് ഉറപ്പാണ്. കാരണം ഈ സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ അവർ കൊടിഞ്ഞു പോവാൻ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എത്രയോ ആളുകൾ ഇവിടെ പ്രസംഗത്തിന് വന്നപ്പോൾ വഴി തെറ്റിച്ചു വിട്ടു. ഇങ്ങോട്ടല്ല മതപ്രസംഗം നടക്കുന്നത്, ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും 10 ആള് കുറയട്ടെ വിചാരിച്ചു. അപ്പൊ ആ പോയ ആളൂടെ വന്നിരുന്നെങ്കിൽ എവിടെ നിൽക്കുമായിരുന്നു? പുറത്തു നോക്കി. മഹാന്മാരോട് കളിക്കാമെന്നാൽ സഹോദര, ജീവിതത്തിൽ ഹിദായത്തിന്റെ ഒരു കണിക പോലും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവൂല. ദാവൂദ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു തന്ന ആ ദീപത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക. വെറും ദിക്റാണ്, പക്ഷെ ആ ദിക്റ് മഅൽ ഫിക്ർ, ചിന്തയോടുകൂടി ആയിരിക്കണം ദിക്ർ ചെല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിയാൽ ലോകം മുഴുവനും അവരുടെ കാൽ കീഴിലേക്ക് കടന്നു വരുന്നതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു വനാന്തരത്തിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് ദിക്ർ ചൊല്ലിയപ്പോ, ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു വനാന്തരത്തിന്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് ദിക്ർ ചൊല്ലിയപ്പോ മുമ്പിലൂടെ നടന്നു പോകുന്ന സിംഹങ്ങൾ പോലും ഭയന്നു പോയില്ലേ? മുമ്പിലൂടെ നടന്നു പോകുന്ന പുലിക്കുട്ടികൾ പോലും ഭയന്നു പോയില്ലേ? എന്തുകൊണ്ടാ? പ്രപഞ്ചനാഥനെ കുറിച്ച് ഗൗരവത്തോടെ ദിക്ർ ചൊല്ലുമ്പോ മനസ്സിലിങ്ങനെ തട്ടിപ്പോവുകയാണ്. ഹൃദയവേദനയോടെ മുഴക്കം ഹൃദയവേദനയോടെ ചൊല്ലിയാൽ, മനസ്സ് നിറഞ്ഞിട്ട് ആ ദിക്റൊന്ന് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള സർവ്വതും നിന്നെ ഭയപ്പെടുന്നതാ. നിങ്ങൾക്കറിയോ, അജ്മീരിൽ നടന്ന ഒരു അത്ഭുതകരമായ സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. അജ്മീരിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ. അതിനു മുമ്പ് അജ്മീറിൽ പോയിട്ടുള്ളവർ എന്താ കൈവക്കി? അജ്മീറിൽ പോയിട്ടുള്ളവർ അൽഹംദുലില്ലാ നല്ല നിയ്യത്ത് ചെയ്ത് പോകണം. ഇത് അജ്മീർ പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആദ്യം വാങ്ങുന്നത് 10 ബർമൂഡയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. അതാ അതെ, നമുക്ക് അജ്മീർ പോകാൻ അടിച്ച് പൊളിക്കാളിയെന്ന് പറയാ. അടിച്ചു പൊളിക്കാൻ അജ്മീർ പോകണം. എന്തിനാ അടിച്ചു പൊളിക്കാൻ? നമുക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെ ചെന്നാലും പറഞ്ഞു കേട്ട താത്ത ഫ്രീയ, എവിടെ ചെന്നാലും ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ അടിച്ചു. അജ്മീർ തന്നെ പോകണമെന്നില്ല. അജ്മീർ എന്തോ നടക്കട്ടെ, അവിടെ ആരൊക്കെ എന്തൊക്കെ കാണിക്കട്ടെ, നിങ്ങൾ പോവുക, നിങ്ങളുടെ കാര്യം കഴിയുക, സലാം പറഞ്ഞ് മടങ്ങി വരിക. അവിടെ 2-3 ദിവസം താമസിച്ചതുകൊണ്ട് ഫീഡ്ബാക്കിന്റെ പ്രശ്നമൊന്നുമുണ്ട്, ഒരു ഭയങ്കര മുഴക്കം. 2-3 ദിവസം താമസിച്ചതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. വലിയ റാഹത്തായിട്ട് ഇൻഷാ അല്ലാഹ് മടങ്ങി വരിക. വലിയ റാഹത്തായിട്ട് വേണം. കൂട്ടുമ്പോ ഒരു ഊത്തുവെക്കാണ്. ഇവിടെ റെഡിയാക്കി വൈ. അപ്പോ ഖ്വാജ മുഈനുദ്ദീൻ ജിസ്രി റളിയല്ലാഹു തആല അൻഹു അവിടെ ഒരുമിച്ച് കൂടി നിന്ന് കുറെ ദിക്റുകൾ ചൊല്ലിപ്പിക്കുമായിരുന്നു. അപ്പൊ അവിടെ ഈ പുരുഷന്മാരോട് ഓഫ് ചെയ്ത് വെക്കല്ലേ, ഓഫ് ചെയ്ത് വെക്കരുത്. പുരുഷന്മാരോടൊപ്പം കുറച്ച് സ്ത്രീകൾ ഒരു ചെറിയ മറവിന്റെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലുമായിരുന്നു. അപ്പൊ അന്ന് അവിടെയും ഉണ്ടായിരുന്നു ആര്? ഈ ദിക്റും മജ്ലിസും ഒന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവര് പോയി ഗവൺമെന്റിന് പരാതി കൊടുത്തു. സ്ത്രീകളൊക്കെ രാത്രിയും പകലും ഒക്കെ വിളിച്ചുകൂട്ടി അജ്മീറിൽ വലിയ ദിക്റും ദുആയും ഒക്കെ നടക്കുകയാണ്. അതൊരിക്കലും